ഹായ് മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് HSLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പം ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ വരുന്നത്. അത് പഠിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരാം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടാം. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം നോമൻക്ലേച്ചർ പഠിച്ചു അല്ലേ. ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് എന്താണ് അപൂരിത ഹൈഡ്രോ കാർബണുകൾ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് ഏതൊക്കെ വരും, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം പഠിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 107 കൊടുത്തിരിക്കുന്ന ഒരു പട്ടികയാണ് കേട്ടോ. നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് ചെയ്തു നോക്കാം. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്ന് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നിവ പട്ടികപ്പെടുത്തു. അപ്പോൾ കുറച്ച് സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് എടുത്തെഴുതണം. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിൻ്റെയും പൊതുവാക്യം അറിയാം അല്ലേ. ആൽക്കെയിനിന്റെ പൊതുവാക്യം എന്താണ്? CnH2n+2. ആൽക്കീനിന്റെ CnH2n, ആൽക്കൈനിന്റെ CnH2n -2. അപ്പൊ ഇതിനെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഓരോ മോളിക്കുലർ ഫോർമുലയും ഏതിൽ ഉൾപ്പെടും എന്നുള്ളത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ C5H10, 5 കാർബൺ ആണുള്ളത്. ഈ കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ അല്ലേ ഉള്ളത്, അതായത് CnH2n, അത് ആൽക്കീൻ ആയിരിക്കും അല്ലെ. C5H10 ഒരു ആൽക്കീൻ ആണ്, കാരണം CnH2n കാർബണിന്റെ ഇരട്ടി നമ്പർ ഹൈഡ്രജൻ ആണ് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് C6H10. C6H10 എന്ന് പറയുമ്പോൾ കാർബണിന്റെ നമ്പർ 6 ആണ്, 6ന്റെ ഇരട്ടി 12 ആണ്. 12നേക്കാട്ടിലും 2 കുറവാണല്ലോ ഇവിടെ ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഇത് ഏത് വിഭാഗത്തിൽ വരും? ആൽക്കൈൻ ആവും അല്ലേ. CnH2n -2 ആണ് ആൽക്കൈനിന്റെ ജനറൽ ഫോർമുല. അപ്പോൾ ഇത് C6H10 ഒരു ആൽക്കൈൻ ആണ്. നെക്സ്റ്റ് C2H4, കാർബന്റെ ഇരട്ടി നമ്പർ ഹൈഡ്രജൻ ആണുള്ളത്, ആൽക്കീൻ ആണ്. നെക്സ്റ്റ് C5H12, കാർബന്റെ ഇരട്ടി ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 10 എണ്ണ വരേണ്ടത്, ഇതിൽ 12 ഉണ്ട്. അപ്പം ഇരട്ടിയിലും 2 കൂടുതൽ വരുമ്പോൾ അത് ഏത് വരും? ആൽക്കെയിൻ ആവും. C5H12 ഈസ് ആൻ ആൽക്കെയിൻ. ഓക്കെ, നെക്സ്റ്റ് C6H12. അപ്പോൾ C6H12 എന്ന് പറയുമ്പോൾ 6 × 2 12 ആണ്, ഇരട്ടി നമ്പർ ഹൈഡ്രജൻ ആണ്, അതൊരു ആൽക്കീൻ ആണ്, C6H12. നെക്സ്റ്റ് C7H12, 7ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 14 ആണ്, 14 -2 ആണ് 12, അതായത് CnH2n -2 ആണ്, ആൽക്കൈൻ ആണ്, C7H12. നെക്സ്റ്റ് ഈസ് C6H22, C10H22, അതായത് കാർബൺ 10 ഇരട്ടി ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കണം. ഇത് 20നേക്കാട്ടിലും 2 കൂടുതലായതുകൊണ്ട് തന്നെ അതൊരു ആൽക്കെയിൻ ആണ്, C10H22. നെക്സ്റ്റ് C4H10, ഇതും ഒരു ആൽക്കെയിൻ ആണ്. നെക്സ്റ്റ് C4H8, ആൽക്കീൻ ആണ്, C4H8. നെക്സ്റ്റ് C4H6 എന്ത് വരും? 4ന്റെ ഇരട്ടി 8 ആണ്, 8നേക്കാട്ടിലും 2 കുറവാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇതൊരു ആൽക്കൈൻ ആയിരിക്കും, C4. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻസ് ആണ് കേട്ടോ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഏത് ബോണ്ടായിരിക്കും 2 കാർബണിന്റെ ഇടയിൽ ഉണ്ടാവുക? ഡബിൾ ബോണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ആൽക്കീനിന്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്, C2H4. ഇനി ഇതിന്റെ വേർഡ് റൂട്ട് എന്ത് വരും? 2 കാർബണാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിന്റെ വേർഡ് റൂട്ട് എന്ത് വരും? ഈതെന്ന് വരും. ഇനി കാർബണിന്റെ ഇരട്ടി ഹൈഡ്രജൻ ആണുള്ളത്, അതായത് ഒരു ആൽക്കീൻ ആണ്. ആൽക്കീനിന്റെ വേർഡ് റൂട്ടിന്റെ കൂടെ നമ്മളൊരു സഫിക്സും കൂടി വെക്കുന്നുണ്ട് അല്ലേ. എന്താണ് ആൽക്കീനിന്റെ സഫിക്സ്? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ആൽക്ക് പ്ലസ് ഈൻ എന്നാണ്. ഇതിന്റെ വേർഡ് റൂട്ടിന്റെ കൂടെ വരുന്നത് എന്താണ്? ഈൻ എന്നാണ്. അപ്പോൾ എന്ത് വരും? ഈതിന്റെ കൂടെ ഈത് പ്ലസ് ഈൻ എന്ത് വരും? എഥീൻ. അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈതീൻ എന്ന് എഴുതാം. അപ്പോൾ C2H4ന്റെ IUPAC നാമം എന്ന് പറയുന്നത് എഥീൻ അല്ലെങ്കിൽ അടുത്തതായി
C4H8 എന്ന ഹൈഡ്രോ കാർബണിന്റെ ഒരു ഘടനാവാക്യം നൽകിയിരിക്കുന്നു. അപ്പൊ നമുക്കിതൊന്ന് വരച്ചിട്ട് അതിന്റെ അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുലയിൽ നിന്ന് ക്ലിയർ ആണ് ഇതെന്താണ്, ഒരു ആൽക്കീനാണ് അല്ലെ. കാർബണിന്റെ ഇരട്ടി നമ്പർ ഹൈഡ്രജൻ ആണുള്ളത്. ഈ ആൽക്കീനെ നമുക്കൊന്ന് എഴുതി നോക്കാം. 4 കാർബൺ ഉണ്ട് അല്ലെ. അപ്പം അതിലെ 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 കാർബണിന്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഇട്ടിട്ട് നമുക്ക് എഴുതാം. അപ്പം ഇതിൽ ഓൾറെഡി 2 വാലൻസി ഉണ്ട്. ഫസ്റ്റ് കാർബൺ കൺസിഡർ ചെയ്യുമ്പോൾ 2 വാലൻസി ഫിൽ ആണ്. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജൻ വരും ഇവിടെ? ഫസ്റ്റ് കാർബണിൽ 2 ഹൈഡ്രജൻ വരും. സെക്കൻഡ് കാർബണിൽ ഇവിടെ 1, 2, 3 വാലൻസി ഓൾറെഡി ഫില്ലായി. അപ്പം 1 ഹൈഡ്രജൻ ബാക്കി വരും. ഇവിടെ 2 ഹൈഡ്രജൻ വരും, CH2. അറ്റത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ. അപ്പം ഇതാണ് C4H8ന്റെ ഘടനാവാക്യം എന്ന് പറയുന്നത്, സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ കണ്ടൻസ്ഡ്. ഇനി ഇതിന്റെ IUPAC നെയിമിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ ആൽക്കൈൻസിന്റെ നെയിമിങ്ങിൽ പഠിച്ചു. ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ നമ്പർ ചെയ്യണം അല്ലെ. അപ്പൊ ഇതിൽ അപ്പൊ ഈ ഒരു സംയുക്തത്തിന് ഞാൻ ഇടത്ത് നിന്ന് വലത്തോട്ടും വലത് നിന്ന് ഇടത്തോട്ടും നമ്പറിങ് ചെയ്തിട്ടുണ്ട്. അതായത് ചുവപ്പ് കളറിലും നീല കളറിലും. ഇതിൽ ഏത് നമ്പറിങ് ആയിരിക്കും കറക്റ്റ് എന്ന് നമുക്ക് അറിയണം. എങ്ങനെ അറിയാം? നമ്മൾ ഇതിൽ ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഉണ്ട്. അതായത് ഏത് കാർബണിനാണോ ഡബിൾ ബോണ്ട് വരുന്നത് അതിന് നമ്മൾ ഏറ്റവും ലീസ്റ്റ് നമ്പർ കൊടുക്കണം. ഏറ്റവും കുറവ് നമ്പർ ആ കാർബണ് കൊടുക്കണം. അപ്പോൾ ഏത് നമ്പറിങ് ആയിരിക്കും കറക്റ്റ്? ഇതിലെ ഫസ്റ്റ് കാർബൺ നമ്മൾ വലത് നിന്ന് ഇടത്തോട്ട് ചെയ്യുമ്പോൾ 3ാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരിക. നേരെ മറിച്ച് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാർബണിൽ തന്നെ എന്ത് വരുന്നുണ്ട്? ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചുവപ്പ് കളറിൽ നമ്മൾ നമ്പറിങ്. അപ്പൊ നമുക്ക് IUPAC നെയിമിംഗ് എങ്ങനെ വരും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് എത്ര എണ്ണം ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യണം. എത്ര എണ്ണം ഉണ്ട്? 4 കാർബൺ ആറ്റംസ് ഉള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഇതിന്റെ വേർഡ് റൂട്ട്? പദമൂലം എന്ന് പറയുന്നത് ബ്യൂട്ട് എന്ന് വരും. ഓക്കെ. ഇനി ഇതൊരു ആൽക്കീനാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്യൂട്ടീൻ എന്ന് എഴുതും. അല്ലെങ്കിൽ ബ്യൂട്ട് 1 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. കാരണം 1 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 1 എന്ന് എഴുതും. ഓക്കെ. അപ്പൊ ഇതിന്റെ പേര് നമുക്ക് മലയാളത്തിൽ എഴുതാം. ബ്യൂട്ട് 1 ഈൻ. അപ്പൊ നമ്മളിപ്പോ നമ്പറിങ് ചെയ്യേണ്ട രീതി പറഞ്ഞല്ലോ അല്ലെ. ആ റൂളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. IUPAC നാമകരണം ചെയ്യുമ്പോൾ നിബന്ധനം വഴി ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധമാണ് നമ്പർ. നമ്മൾ ബ്യൂട്ട് 1 ഈനിന്റെ സ്ട്രക്ചർ വരച്ചു. അങ്ങനെയാണെങ്കിൽ ബ്യൂട്ട് 2 ഈനിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കിയാലോ. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും? 4 എണ്ണം. അതിലെ ആദ്യത്തെ 2 ആദ്യത്തെ കാർബണിലല്ല അല്ലെ ഡബിൾ ബോണ്ട് വരിക. 2, അതായത് സെക്കൻഡ് കാർബണിലാണ് ഡബിൾ ബോണ്ട് വരേണ്ടത്. 3, 4. ഓക്കെ. 4 കാർബൺ ആറ്റംസ്. അതിലെ 2ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വന്നു. ഇനി നമുക്ക് ഹൈഡ്രജന്റെ ഫില്ല് ചെയ്യാം. വാലൻസി ഫില്ല് ചെയ്യാം. കാർബണിന്റെ എത്ര വരും? അറ്റത്തെ കാർബണിൽ 3 ഹൈഡ്രജൻ വരും. ഇനി 2ാമത്തെ കാർബണിൽ ഇവിടെ ഓൾറെഡി 1, 2, 3 വാലൻസി ഫില്ല് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹൈഡ്രജനെ വരുള്ളൂ. തേർഡ് കാർബണിലോ അവിടെയും ഒരു ഹൈഡ്രജൻ വരും. 4th കാർബൺ ആറ്റത്തില് 3 ഹൈഡ്രജൻ. അപ്പൊ എങ്ങനെ ഇത് ബ്യൂട്ട് 2 ഈനാവും? നമുക്കൊന്ന് നമ്പറിങ് ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പൊ ഇതിൽ ടോട്ടൽ 4 കാർബൺ ആറ്റംസ് ആണുള്ളത്. അതുകൊണ്ട് ബ്യൂട്ട് എന്നതിന്റെ പദമൂലം ബ്യൂട്ട് എന്ന് വരും. 2ാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്. അതുകൊണ്ട് 2 എന്ന് വരും. ആൽക്കീൻ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് നമുക്ക് പറയാം അത് ആൽക്കീൻ ആണ് അല്ലെ. അതുകൊണ്ട് ആൽക്കീൻ ആയതുകൊണ്ട് അത് ഈൻ എന്ന് നമുക്ക്. അപ്പോൾ ഇതാണ് അതിന്റെ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾ. ആദ്യം പദമൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ട് കൊടുക്കണം. അതിനുശേഷം ദ്വിബന്ധനത്തിന്റെ സ്ഥാനം, ഏത് കാർബണിലാണോ ഡബിൾ ബോണ്ട് വരുന്നത് ആ കാർബണിന്റെ നമ്പർ, അത് കഴിഞ്ഞിട്ട് പിൻ പ്രത്യയം ചേർക്കണം.
ഓക്കെ, ഈ റൂട്ട് തന്നെയല്ലേ നമ്മൾ എഴുതാൻ വേണ്ടി ഫോളോ ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു സംയുക്തത്തിന്റെ IUPAC നാമം ഏതാണെന്ന് ശരിയായത് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ നമ്പറിങ് ചെയ്യാം. നമ്പറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡബിൾ ബോണ്ട് വരുന്ന കാർബണിൽ ഏറ്റവും കുറവ് നമ്പർ വരണം. അപ്പം നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴോ? അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഇതിൽ ഏത് നമ്പറിംഗ് ആയിരിക്കും കറക്റ്റ്? നമ്മൾ രണ്ടാമത് ചെയ്ത നമ്പറിംഗ് ആണ് കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ നെയിം കൊടുക്കാം. പെൻഡ്. 5 കാർബൺ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ പെൻഡ് എന്ന് വരും. ഇനി എത്രാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട്? രണ്ടാമത്തെ കാർബണിൽ. അതുകൊണ്ട് പെൻഡ് ടു ഈൻ. ഡബിൾ ബോണ്ട് അല്ലേ, അതുകൊണ്ട് പിൻ പ്രത്യയം എന്ത് വരും? ഈൻ എന്ന് വരും. പേര് പെൻഡ് ടു ഈൻ. സെക്കൻഡ് വൺ ആണ്. ഇനി ആൽക്കീനുകളുടെ നാമകരണം ചെയ്തതുപോലെ തന്നെ അതേ റൂൾസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ആൽക്കൈൻസിന്റെ നോമൻക്ലേച്ചറും ചെയ്യാൻ പറ്റും. അതെങ്ങനെ നോക്കാം. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ വേർഡ് റൂട്ട് നമുക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അതുപോലെ വേർഡ് റൂട്ട് കൊടുക്കുക കാർബൺ ആറ്റംസിന്റെ നമ്പർ അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിൻ പ്രത്യയമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഐൻ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ IUPAC നെയിം കിട്ടുക. അപ്പൊ ഫസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൽക്കൈൻ ആണ് ഇത് തന്നിരിക്കുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? 2 കാർബൺ ഉള്ളത് കൊണ്ട് എന്തായിരിക്കും അതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത്? എത്ത് എന്നായിരിക്കും. പിന്നെ ആൽക്കൈൻ ആണ് അല്ലെ, ട്രിപ്പിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് എന്ത് വരും? ഐൻ എന്ന് വരും. ഈതൈൻ എന്നാണ് ഈ ഒരു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിന്റെ പേര് എങ്ങനെയായിരിക്കും? നമുക്ക് ആദ്യം നമ്പറിങ് ചെയ്യണം അല്ലേ? അപ്പൊ നമ്പറും ചെയ്ത് കൊടുക്കാം. 3, 4. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചെയ്യുമ്പോഴും റൈറ്റ് നിന്ന് ലെഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് സെക്കൻഡ് കാർബണിൽ തന്നെയാണ് ട്രിപ്പിൾ ബോണ്ട് വരിക അല്ലെ? അപ്പൊ എന്തായിരിക്കും? കാർബൺ ആറ്റങ്ങളുടെ നമ്പർ കൊടുക്കണം. അപ്പൊ മൊത്തം എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 4 എണ്ണം. അതുകൊണ്ട് എന്ത് വരും? ബ്യൂട്ട് എന്ന് വരും. ഇനി എത്രാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? രണ്ടാമത്തെ കാർബണിൽ. അതുകൊണ്ട് 2 ഐൻ എന്നാണ് പിൻ പ്രത്യയമായിട്ട് വരിക അല്ലെ? അപ്പൊ ബ്യൂട്ട് 2 ഐൻ എന്ന് വരും. മലയാളത്തിലും നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ട് 2 ഐൻ എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു 3 സംയുക്തങ്ങളുണ്ട്. അതിന്റെ IUPAC നെയിമിംഗ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് വൺ എടുക്കാം. എങ്ങനെ നമ്പർ ചെയ്യണം? നമുക്ക് ആദ്യം നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തന്നെ നമ്പർ ചെയ്യാം അല്ലെ? അത് തന്നെയാണ് കറക്റ്റ്. അപ്പൊ 1, 2, 3 3 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് അതിന്റെ വേർഡ് റൂട്ട് വരിക? പ്രൊപ്പ് എന്ന് വരും. പ്രൊപ്പ് എത്രാമത്തെ കാർബണിലെ ട്രിപ്പിൾ ബോണ്ട്? ഫസ്റ്റ് കാർബണിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രൊപ്പ് 1 ഐൻ എന്ന് വരും. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യാം. ഇങ്ങനെ വരുമ്പോഴോ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടിൽ ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ് ഉള്ളത്. അതുകൊണ്ട് വേർഡ് റൂട്ട് പെൻഡ് എന്ന് വരും. ഇനി രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അതുകൊണ്ട് 2 ഐൻ. പെൻഡ് 2 ഐൻ എന്ന് പേര് വരും. ഇനി തേർഡ് കോമ്പൗണ്ട് നോക്കാം. ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ആദ്യം നമ്പറിങ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്കറിയാം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്പറിങ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് വരിക. കാരണം മൂന്നാമത്തെ കാർബണിൽ വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്പർ ചെയ്യണം. മറ്റേത് എത്രയാണ് വരിക? എത്രാമത്തെ കാർബണിലാണ്? 4ാമത്തെ കാർബണിലാണ് വരിക അല്ലെ? അപ്പൊ നമുക്ക് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് ടോട്ടൽ? 7 കാർബൺ ആറ്റംസ്. അതുകൊണ്ട് വേർഡ് റൂട്ട് വിൽ ബി ഹെപ്റ്റ്. ഇനി മൂന്നാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അതുകൊണ്ട് ഹെപ്റ്റ് 3 ഐൻ എന്ന്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് വലയ സംയുക്തങ്ങൾ, സൈക്ലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ് എന്നും പറയും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ്
വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സംയോജിച്ചിട്ട് എന്താ ചെയിൻ കോമ്പൗണ്ട്സ് ഉണ്ടാവും, അതേപോലെ വലയ സംയുക്തങ്ങൾ റിംഗ് കോമ്പൗണ്ട്സും ഉണ്ടാവുന്നുണ്ട്. അതേപോലെ വലയ സംയുക്തങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: അലിസൈക്ലിക് സംയുക്തങ്ങൾ ആൻഡ് അരോമാറ്റിക് സംയുക്തങ്ങൾ. അലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ഇനി അലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്താണ് അലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ എന്നാൽ? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്നീ ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളുമായി സാമ്യമുള്ള വലയ ഹൈഡ്രോ കാർബണുകളാണ് ആര്? അലിസൈക്ലിക് ഹൈഡ്രോ കാർബണുകൾ. അതായത് നമ്മൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ഒക്കെ നമ്മൾ ചെയിൻ കോമ്പൗണ്ട്സ് ആക്കി എഴുതും അല്ലെ, അതേപോലെ റിംഗ് ആയിട്ട് വരയ്ക്കുന്നത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളുമായി സാമ്യമുള്ള വലയ ഹൈഡ്രോ കാർബണുകൾ. അത് ചെയിൻ ആണെങ്കിൽ, അതായത് ഓപ്പൺ ചെയിൻ ആണെങ്കിൽ ഇത് ക്ലോസ്ഡ് ചെയിൻ ആണെന്ന് മാത്രം. അപ്പൊ നമുക്ക് ഇതിൽ 3 വലയ സംയുക്തങ്ങളാണ് പഠിക്കാനുള്ളത്. അത് നമുക്കൊന്ന് വരച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്ലോപ്രൊപ്പെയിൻ ആണ് കേട്ടോ. അപ്പൊ സൈക്ലോപ്രൊപ്പെയിൻ, സൈക്ലോ ആണ് അല്ലെ, അപ്പൊ സൈക്ലിക് കോമ്പൗണ്ട് ആണെന്ന് ഷുവർ ആണ്. ഈ പ്രൊപ്പെയിൻ ആണ്, പ്രൊപ്പെയിൻ അതായത് 3 കാർബണുകളുള്ള ഏകബന്ധനമുള്ള ഒരു സംയുക്തമാണ്. എയിൻ എന്നല്ലേ ലാസ്റ്റ് വരുന്നത്, പിൻപ്രത്യയം എയിൻ എന്നാണ്. അപ്പോൾ എന്താണ്, ഏകബന്ധനാണ് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആണെന്ന് ഷുവർ ആണ്. അപ്പോൾ നമുക്ക് പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റംസ് നമുക്കൊരു വലയ, ഒരു റിംഗ് ടൈപ്പിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഓരോന്നിന്റെയും വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഹൈഡ്രജനുകൾ എഴുതാം. ആദ്യത്തെ കാർബൺ ആറ്റം നോക്കിക്കേ, ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ എത്ര ഹൈഡ്രജൻ വരും? ഇവിടെ ഓൾറെഡി 2 വാലൻസി ഫില്ലായിട്ടുണ്ട്, അതുകൊണ്ട് 2 ഹൈഡ്രജൻ വരും. അതേപോലെ തന്നെ മറ്റ് 2 കാർബൺ ആറ്റങ്ങളിലും 2 ഹൈഡ്രജൻ വീതം വരും. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് കോമ്പൗണ്ട് സൈക്ലോബ്യൂട്ടീൻ ആണ്. ബ്യൂട്ടീൻ, അപ്പൊ ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ അല്ലെ, അപ്പൊ സൈക്ലിക് ഫോം ആണ്. 4 കാർബൺ നമുക്കൊരു സൈക്കിൾ വരുന്ന രീതിയിൽ, റിംഗ് വരുന്ന രീതിയിൽ വരയ്ക്കാം. ഇനി ബ്യൂട്ട് ഈൻ എന്നാണ്, അതായത് ഏതെങ്കിലും 2 കാർബണുകളുടെ ഇടയിൽ എന്ത് ബോണ്ടായിരിക്കും? ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 2 കാർബണുകളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് വരയ്ക്കാം. ഇനി നമുക്ക് ഓരോന്നിന്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രജൻ എഴുതാം അല്ലെ. അപ്പൊ ഫസ്റ്റ് കാർബൺ നോക്കിക്കേ, 2 ബോണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട് അല്ലെ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? ഇവിടെ അവിടെ ഒരു ഹൈഡ്രജൻ വരും. ഇനി സെക്കൻഡ് കാർബൺ നോക്കാം, എത്ര ഹൈഡ്രജൻ വരും? ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ബാക്കി 2 ബോണ്ട് ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇവിടെ 2 വാലൻസി ഓൾറെഡി 2 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെയും 2 ഹൈഡ്രജൻ. ഇനി ഈ കാർബണിലോ, ഇതിൽ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട് അല്ലെ, 1 2 3 3 ബോണ്ട് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് വൺ സൈക്ലോബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടന്നെയാണ് അല്ലെ, അതുകൊണ്ട് 4 കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഇനി ബ്യൂട്ടെയിൻ, എയിൻ എന്നാണ്, അപ്പൊ എല്ലാതും സിംഗിൾ ബോൺസ് ആണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും ഓരോന്നിലും? ഇവിടെ ഓരോ കാർബണിലും ഈ 2 വാലൻസി വീതം ഫിൽ ആയിട്ടുണ്ട് അല്ലെ, ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ കാർബണിലും ഈ 2 ഹൈഡ്രജൻ വീതം വരും. അപ്പോൾ സൈക്ലോബ്യൂട്ടൈൻ്റെ സ്ട്രക്ചർ ഈസി ആയിട്ട് നമുക്ക് വരച്ചുകൂടെ? സൈക്ലോബ്യൂട്ടൈൻ, ഇതാണ് നമ്മുടെ സൈക്ലോബ്യൂട്ടൈൻ. ഓക്കെ, അപ്പോൾ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ ഒക്കെ നമ്മൾ എഴുതുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ട്സും എഴുതുന്നത്, അതായത് അലിസൈക്ലിക് കോമ്പൗണ്ട്സ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. എന്താണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്നാൽ? അരോമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല് എന്നാണ്, നല്ല സുഗന്ധം എന്നാണ് അതിന്റെ അർത്ഥം, അരോമ എന്ന് പറഞ്ഞാൽ. അപ്പൊ അരോമാറ്റിക് എന്ന് പറഞ്ഞാലോ നല്ല സുഗന്ധമുള്ള സംയുക്തങ്ങളായിരിക്കും അല്ലെ, അതന്നെയാണ് ഇതും. തനതായ സുഗന്ധമുള്ള വലയ സംയുക്തങ്ങളാണ് ആര്? അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ, അപ്പം വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് സംയുക്തമാണ് ബെൻസീൻ. അപ്പൊ നിങ്ങൾക്ക് ആകെ ഒരു അരോമാറ്റിക് സംയുക്തം മാത്രമേ പഠിക്കാനുള്ളൂ ഈ ഒരു ഗ്രേഡിൽ, അതായത് 10th സ്റ്റാൻഡേർഡിൽ, അതാണ് ബെൻസീൻ. ഇനി ഹയർ സ്റ്റഡീസിൽ ഇപ്പോൾ 11th 12th ഒക്കെ ആകുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും പഠിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ബെൻസീൻ മാത്രമാണ് ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ തന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇത് നന്നായി വരച്ച് പഠിക്കണം. അപ്പൊ നമുക്ക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ 6 കാർബണുകളുള്ള ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്.
6 കാർബണുകൾ സൈക്ലിക് രീതിയിൽ. അപ്പോൾ നമുക്ക് 6 കാർബണുകൾ ഇതുപോലെ ഒരു ഹെക്സഗണൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം. എന്നിട്ട് ഓരോ കാർബണും ഓരോ ബോണ്ട് വെച്ചിട്ട് ആദ്യം നമുക്ക് വരയ്ക്കാം. ഇനി ബെൻസീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 കാർബണുകളിലെ ഓരോ കാർബണുകൾ ഇടവിട്ടിട്ടാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, പിന്നെ ഒരു ഡബിൾ ബോണ്ട്, അത് കഴിഞ്ഞൊരു സിംഗിൾ ബോണ്ട്, വീണ്ടും ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ ഒന്നിടവിട്ടിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ആണ് ബെൻസീനുള്ളത്. ഇനി നമുക്ക് വാലൻസി അനുസരിച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ എഴുതിക്കൂടെ? ഫസ്റ്റ് കാർബൺ നോക്കിക്കേ, ഈ ഒരു കാർബൺ നോക്കാം, 3 വാലൻസി ഇവിടെ ഫില്ലായി അല്ലേ? ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും. ഇവിടെ എത്ര ഹൈഡ്രജൻ വരും? ഒരു ഹൈഡ്രജൻ. ഇതേപോലെ തന്നെ എല്ലാ കാർബൺ ആറ്റങ്ങളിലും ഓരോ ഹൈഡ്രജൻ വീതമാണ് ബെൻസീൻ ഉള്ളത്. അപ്പോൾ ബെൻസീന്റെ സ്ട്രക്ചർ നല്ല ഈസി അല്ലേ വരയ്ക്കാൻ? കാർബൺ ആറ്റങ്ങൾ 6 കാർബൺ ആറ്റങ്ങൾ ഉണ്ട് അല്ലേ? അത് ഒരു ഹെക്സഗണൽ ഷേപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഒന്നിടവിട്ടിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും എഴുതുക. പിന്നെ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ വീതം. ഇനി നമുക്ക് ഇതിന്റെ തന്മാത്രാ സൂത്രം ഒന്ന് എഴുതി നോക്കിയാലോ? വാട്ട് ഇസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ? നമ്മൾ എങ്ങനെ എഴുതും? കാർബൺ ആറ്റങ്ങളുടെ ആകെ നമ്പർ എടുത്തെഴുതുക. എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? 6. ഹൈഡ്രജൻ ഓരോ കാർബണിലും ഓരോ ഹൈഡ്രജൻ. അപ്പോൾ ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? തന്മാത്രാ വാക്യം ഇറ്റ് ഈസ് C6H6. അപ്പൊ ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പുകളും ഐസോമറസും ആണ് കേട്ടോ. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ഇതുവരെ എടുത്തത് നന്നായിട്ട് പഠിക്കുക. സൈക്ലിക് കോമ്പൗണ്ട്സും ചെയിൻ കോമ്പൗണ്ട്സും ഒക്കെ നോമൻക്ലേച്ചർ നന്നായി പഠിക്കുക. കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്പർ ചെയ്യാനും നെയിം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടി ആഡ് ആവുമ്പോൾ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിമിങ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്